നമസ്കാരം. ഒരു കുടുംബത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം എന്താണ്? ആ കുടുംബത്തിലെ രക്ഷിതാക്കളാണ് അവർ. ആ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അതുപോലെ അവരുടെ മേലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു. അതുപോലെയാണ് ഒരു കുടുംബ കോടതി. ഒരു കുടുംബ കോടതിയിലെ ജഡ്ജി എന്ന് പറഞ്ഞാൽ ആ കുടുംബ കോടതിയിലെ രക്ഷിതാവായിരിക്കണം. ആ കുടുംബ കോടതിയിൽ ഒരു കേസുമായിട്ട് വരുന്ന ആൾക്കാരെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സൗമ്യമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി അത് തീർത്തുവിടാൻ ഒരു ജഡ്ജി ശ്രമിക്കണം. അല്ലാതെ അവരെ ഈ ഒരു പ്രശ്നമായിട്ട് വരുന്നവരെ അല്ലെങ്കിൽ ഒരു കേസുമായിട്ട് വരുന്ന കുടുംബ കോടതിയിൽ വരുന്നവരെ ഒരിക്കലും ഒരു ക്രിമിനൽസ് ആയിട്ട് നമുക്ക് കാണാൻ പാടില്ല. അങ്ങനെ ഒരു ക്രിമിനൽസ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ രൂക്ഷമായി അവർ ജീവിതത്തിൽ എന്നേക്കുമായി പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയെ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബക്കോടതിയിലെ ജഡ്ജി എന്ന് പറയുന്നത് ആ കുടുംബക്കോടതിയിലെ രക്ഷിതാവായിട്ട് വേണം ആക്ട് ചെയ്യേണ്ടത്. അവിടെ വരുന്ന കക്ഷികളുടെയും അവിടെ നിൽക്കുന്ന അഡ്വക്കേറ്റ്സിൻ്റെയും എല്ലാവരുടെയും രക്ഷിതാവിൻ്റെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു കുടുംബ കോടതി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവിടെ സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുടുംബ കോടതിയിലെ ജഡ്ജി അവിടുത്തെ രക്ഷിതാവാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ജഡ്ജി, കുടുംബ കോടതിയിലെ ജഡ്ജി ഒരു രക്ഷിതാവായിട്ട് വേണോ അവിടെ നിൽക്കേണ്ടത്, അതോ എല്ലാ അധികാരങ്ങളുമുള്ള ഒരു ജഡ്ജിയായിട്ട് ആ ഒരു അർത്ഥത്തിലാണോ നിൽക്കേണ്ടത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.